എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വറവുകളിൽ ഒന്നാണ് കേട്ടോ ഈ ചീര വറവ്. ഇന്നിതൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു. പൊതുവെ ഉണ്ടാക്കുന്നതിൽ ഒരു വ്യത്യസ്ത രുചിയിൽ ഉണ്ടാക്കാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചീര ചെറുതായി കട്ട് ചെയ്ത് വെച്ച് അതിലേക്ക് ചെറിയ കഷ്ണം ഉള്ളിയും കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് അതിൽ നിന്ന് എടുത്തിട്ട് ഞാനിതാ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാക്കപ്പ് തേങ്ങയും അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ മൺചട്ടി എടുത്ത് അതൊന്ന് ചൂടായി വരുന്ന ടൈം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചീരയും കൂടി ഇട്ടെടുക്കുക. ശരിക്കും പറഞ്ഞാലില്ലേ, ഇതുണ്ടാക്കുമ്പോൾ പല ഓർമ്മകളും വരും. ചിലർക്ക് ഇതുകൊണ്ട് പണിയും കിട്ടിയിട്ടുണ്ട്. അങ്ങനല്ല, ഈ ചീര കട്ട് ചെയ്ത് വെക്കുന്ന ടൈം കുറേ ഉണ്ടാവും. പക്ഷേ ഇല്ലേ, ഇതൊന്ന് ചട്ടിയിലേക്ക് മാറിയാലോ, ഇതൊന്ന് വെന്ത് കഴിയുമ്പം ഇതിൻ്റെ ബാക്കി ഉണ്ടാവും. ചീരൻ്റെ കാര്യം മാത്രമല്ല, ഈ മുരിങ്ങ മത്തനില അതിൻ്റെയൊക്കെ കാര്യം അതന്നെ അവസ്ഥ. ചിലർക്കൊക്കെ ഇതിലൊക്കെ ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് കൂടിയ അവസ്ഥ പോലും ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈം ഉപ്പിടുന്ന ടൈം ശ്രദ്ധിക്കുക. ഞാനിതാ ഇതിലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂടി വെച്ച സംഭവം റെഡിയായി. നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ അത് ഉണ്ടാക്കി അതൊന്ന് ആസ്വദിച്ച് കഴിക്കുന്ന ടൈമിൽ അതിന് കിട്ടുന്ന സുഖം വേറെ എന്തിന് കിട്ടാനല്ലേ. ഞാനിവിടെ 2 വട്ടമായിട്ട് കേട്ടോ ചീര ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയല്ല, അതിന് മാത്രം ചീര ഞാൻ കട്ട് ചെയ്ത്. ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ ചീര. ഇത് ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ഇനി എല്ലാവരും അടി കൂടും കേട്ടോ, ഒന്ന് കിട്ടാൻ വേണ്ടി.